ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ പ്രൈവസി പോളിസി, റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി തുടങ്ങിയിട്ടുള്ള പോളിസികൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ്, അതുപോലെ തന്നെ പ്രൈവസി പോളിസിയുടെ പേജ്, റിട്ടേൺ ആൻഡ് റീഫണ്ടിൻ്റെ പോളിസിയൊക്കെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിർബന്ധമായിട്ടും വേണം. സിഒ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഈ ഒരു പേജുകൾ നിർബന്ധമായിട്ടും നമ്മളുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, മറ്റുള്ള വെബ്സൈറ്റുകളുടെ പ്രൈവസി പോളിസി പോയിട്ട് കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്രൈവസി പോളിസി ജനറേറ്റ് ചെയ്യാനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള പ്രൈവസി പോളിസികളൊക്കെ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീഗൽ അഡ്വൈസർ മുഖാന്തരം ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷനാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ generator.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വരിക. ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കമ്പനീൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വെബ്സൈറ്റ് നെയിം, അത് നിങ്ങളുടെ, അതായത് കമ്പനീൻ്റെ നെയിമും ഈ വെബ്സൈറ്റ് നെയിമും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ബ്രാൻഡ് നെയിം വേറെ ആയിരിക്കും, കമ്പനീൻ്റെ പേര് വേറെ ആയിരിക്കും. CJ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും കമ്പനീൻ്റെ പേര്, പക്ഷേ അവരുടെ ബ്രാൻഡ് നെയിം, അതായത് ആ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരെ അറിയപ്പെടുന്ന പേര്, ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉണ്ടാവുക getprofit.com എന്നുള്ളതാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റ് നെയിം എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡൊമൈൻ നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ കമ്പനീൻ്റെ പേര് എന്നുള്ളത് എന്താണോ നിങ്ങളുടെ കമ്പനി ഏതായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ കമ്പനീൻ്റെ ഡീറ്റെയിൽസാണ് മുകളിൽ കൊടുക്കേണ്ടത്. ഇനി അതല്ല രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. എനിക്കിവിടെ രണ്ടും സെയിം ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ URL കൊടുക്കും. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാണ് കണ്ടന്റ് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യ കൊടുക്കാം. പിന്നെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. പിന്നെ ഇമെയിൽ ID, അതായത് നിങ്ങളുടെ കമ്പനീൻ്റെ ഇമെയിൽ ID എന്താണ് അത് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് മൈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, HTML ആയിട്ട് വേണമെങ്കിൽ HTML ആയിട്ട് കോപ്പി ചെയ്യാം. അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, കോപ്പി ടെക്സ്റ്റ് ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് കോപ്പി ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, HTML ഫയലായിട്ട് കിട്ടും. അതല്ല നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് കൊടുത്താൽ, അതായത് ഇൻ്റർലിങ്ക് പോലെ ചെയ്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോപ്പി ലിങ്ക് ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണം ഞാൻ വെച്ചാൽ അത് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ വെബ്സൈറ്റിലേക്ക് വരും. കണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയും ചെയ്യാം. ഇവിടെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിൽ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യാം. ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ആ കാര്യത്തെപ്പറ്റി ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെയാണ് നമുക്ക് പ്രൈവസി പോളിസി ജനറേറ്ററും. ഇവിടെ നിങ്ങളോട് ചോദിക്കും പ്രൈവസി പോളിസി ജനറേറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള, ആപ്പിന് വേണ്ടിയിട്ടാണോ വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്. വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ആണോ കോർപ്പറേറ്റ് ആണോ, അതായത് രജിസ്റ്റേർഡ് കമ്പനിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. ഇവിടെ നിങ്ങളെ കൺട്രി ഏതാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് കളക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇമെയിൽ ID, ഫോൺ നമ്പർ എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് വേണം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മളെ കസ്റ്റമറിനെ എങ്ങനെ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം, എന്തെങ്കിലും ഈ പ്രൈവസി പോളിസി റിലേറ്റഡ് അല്ല എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ വിസിറ്റിംഗ് പേജ് ഓൺ അവർ വെബ്സൈറ്റ് വഴി കൊടുക്കാം. അല്ലെങ്കിൽ ബൈ ഇമെയിൽ വഴിയാണെങ്കിൽ ബൈ ഇമെയിൽ കൊടുക്കാം. ഫോൺ നമ്പറാണ് ഫോണ്. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഓപ്ഷനും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തത് മതി. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റെഡിയായി. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്തിട്ട് ചെയ്യുക. നേരത്തെ അതേപോലെ തന്നെ ഈ HTML ഫയലാണ് വേണമെന്നുണ്ടെങ്കിൽ HTML ഫയലിന് ഇവിടെ കോപ്പി ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ലിങ്ക് പോലെ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. അപ്പോൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ഇൻ്റർലിങ്ക് ചെയ്താൽ മതി. പ്രൈവസി പോളിസി എന്നുള്ള രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഈ വെബ്സൈറ്റുകളുടെ ലിങ്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മറ്റൊരു പേജാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ് ഇത്. കൊമേഴ്സ് വെബ്സൈറ്റുകൾക്കൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരിക.
റിട്ടേൺ റീഫണ്ട് പോളിസി ജനറേറ്റർ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കിലേക്ക് പോകാം. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് യുവർ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി ടുഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെബ്സൈറ്റിലേക്കാണോ ആപ്പിലേക്കാണോ വേണ്ടത് നോക്കാം. ഇവിടെ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ URL ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക, www. പിന്നെ വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ റീഫണ്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ ചേഞ്ചസ് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു കാര്യമൊക്കെ ചിലപ്പം നമ്മളുടെ ഏത് രാജ്യമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ രാജ്യത്ത് ചിലപ്പം ഈ റീഫണ്ട് കൊടുക്കേണ്ട എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇത്ര ദിവസം കൊണ്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 days കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ദിവസം കൊണ്ട് റീഫണ്ട് ചെയ്യും, എന്തൊക്കെ കണ്ടീഷനുള്ള സാധനങ്ങളാണ് റിട്ടേൺ എടുക്കുക എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, പിന്നെ ചിലതൊക്കെ ഇവിടെ $10 എന്ന് കാണിക്കുന്നതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ $10 കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പെയ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ $10 കാണിക്കുന്ന ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ആ ഒരു കണ്ടീഷനാണ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു $10 പേ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ പോളിസി ഒരു ജനറേറ്റ് ചെയ്ത് തരാം. കസ്റ്റമറിന് സെൻഡ് ചെയ്യേണ്ട അഡ്രസ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അതായത് റിട്ടേൺ റീഫണ്ട് പോളിസിയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമറിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെയാണ് അടുത്ത് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിലാണെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ ഇമെയിൽ വഴിയാണെങ്കിൽ ബൈ ഫോൺ നമ്പർ വഴിയാണ് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാം, ശേഷം ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തായി, റിട്ടേൺ റീഫണ്ട് പോളിസി കിട്ടി. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. അത് നേരത്തെ പോലെ തന്നെ ലിങ്കായിട്ട് ആഡ് ചെയ്യാം, അതല്ല HTML ആണെങ്കിൽ HTML ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി പോളിസി, റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൂട്ടറിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു പേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.